വിവാഹ ജീവിതത്തില് ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട 3 സത്യങ്ങളാണ് ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. എന്നാൽ നമ്മളെ വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ ജീവിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്നതും റിയാലിറ്റിയിൽ അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവുന്നത് കാണാറുണ്ട്. അതിനെ കുറിച്ചിട്ടാണ്, അതിന്റെ ബിഹൈൻഡിലുള്ള കുറച്ച് ക്ലാരിറ്റിയാണ് ഇന്നത്തെ ഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. സോ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോകാം. വിവാഹ ജീവിതത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാകണമെന്നില്ല എന്നുള്ളതാണ്. ആഫ്റ്റർ മാരേജ് നമ്മൾ പൊതുവെ കാണാറുള്ള ഒരു സംഭവമാണ് ഒരുപാട് മണിക്കൂറുകളോളം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പാർട്ണറായിട്ട് നമ്മൾ സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അവരൊരു മിസ്സിങ് ഫീലൊക്കെ നമുക്ക് നല്ല പോലെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. എന്നാൽ ആഫ്റ്റർ മാരേജ് നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു സംസാരിക്കുന്ന സമയം വളരെ അധികം കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ സമയത്ത് മെജോറിറ്റി ആളുകളുടെ മൈൻഡിൽ വരുന്ന ഒരു സംഭവമാണ് വാട്ട് ഈസ് ഗോയിങ് റോങ്, എന്താണ് തെറ്റായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത്. എക്സാക്ട്ലി ഇവിടെ തെറ്റായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിയാലിറ്റി ലൈഫിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു ഇമാജിനറി വേൾഡിലുള്ള മാരീഡ് ലൈഫിൽ നിന്നും റിയാലിറ്റി വേൾഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് മറ്റൊരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ഒരുപാട് ബിൽസ് ഉണ്ടാവും, ഒരുപാട് വർക്ക്സ് ഉണ്ടാവും, നമുക്ക് ഫാമിലി ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടാവും നമുക്ക് നമ്മളെ മാരീഡ് ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ആദ്യത്തെ സ്റ്റേറ്റിൽ നിന്നും രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് പതിയെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. രണ്ടാമത്തെ സത്യം എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതൊരു പ്രോബ്ലം അല്ല. എന്നാൽ അതൊരു പ്രോബ്ലമായി മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന രീതിയിലാണ്. നമ്മൾ രണ്ട് മനുഷ്യന്മാരാണ്, രണ്ടു പേർക്കും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇഷ്ടങ്ങളും അവരെ ഇഷ്ടങ്ങളും ഒരേതാവണമെന്നില്ല, നമ്മളെ ഇഷ്ടക്കേടുകളും അവരെ ഇഷ്ടക്കേടുകളും ഒരേതാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ കാണപ്പെടുന്നതാണ്. എന്നാൽ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് അത് വഷളാക്കുന്നതും അത് ബെസ്റ്റ് ആയിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. സ്ട്രോങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും കച്ചറ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ത് ചെയ്യില്ല, അവോയ്ഡ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും, ഓൾവേസ് ആർഗ്യുമെന്റ്സിലും കാര്യങ്ങളിലും ഒക്കെ എന്ത് ചെയ്യും, ഇടപെടും. എന്നാൽ ഒരു ആർഗ്യുമെന്റിന് ശേഷം എങ്ങനെ തിരിച്ച് അവരുടെ റിലേഷൻഷിപ്പ് ബോണ്ട് സ്ട്രോങ് ആക്കുന്ന രീതിയിൽ തിരിച്ചെത്താം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി എന്തുണ്ടാവും, അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ആർഗ്യുമെന്റ്സ്, കച്ചറകൾ ഒരിക്കലും നമ്മളെ സെപ്പറേറ്റ് ചെയ്യാനുള്ളതല്ല. എന്താണോ അവിടെ ക്ലാരിറ്റിയിൽ കുറവുള്ളത്, എന്താണോ അവിടെ പ്രോബ്ലം ആയിട്ടുള്ളത്, അതിനെ ഫേസ് ചെയ്യുക ടുഗദർ എന്നുള്ള രീതിയിൽ. നമ്മളെ കൂടെയുള്ള പാർട്ട്ണറെ ബ്ലെയിം ചെയ്യുക എന്നതിലുപരി, അവർ നമ്മളെ ബ്ലെയിം ചെയ്യുക എന്നതിലുപരി നമ്മൾ രണ്ടുപേരും കൂടി നിന്നിട്ട് ആ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എന്താവണം, നോക്കിക്കാണണം എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ സത്യത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ സത്യം, പീപ്പിൾസ് ചേഞ്ച് സോ റിലേഷൻഷിപ്പ് ഓൾസോ. നമ്മളെ ആളുകൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സമയത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ കഴിഞ്ഞൊരു 5 വർഷത്തെ കാലയളവിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. നിങ്ങളെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും, നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും, നിങ്ങളെ മെന്റൽ ഹെൽത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, നിങ്ങളെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആളുകൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളെ റിലേഷൻഷിപ്പും മാറും എന്നുള്ളതാണ്. ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സത്യമാണ്. പലരും പറയുന്ന ഒരു പരാതിയായിട്ട് കേൾക്കാറുണ്ട്, അവരെന്നെ ആദ്യം കണ്ട സമയത്ത് അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, എന്നാൽ ഇപ്പൊ അത് കാണാനില്ല, ആഫ്റ്റർ മാരേജ് അത് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ. നമ്മളൊരാളെ ആദ്യമായിട്ട് കാണുന്ന ടൈമിൽ മാത്രമുള്ളതാവരുത് സ്നേഹം. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണോ ആ അവസ്ഥയിലും അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി അവര് നാളെ ഏത് അവസ്ഥയിലേക്കാണോ പോകുന്നത് ആ അവസ്ഥയിലും എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. സോ പീപ്പിൾസ് ചേഞ്ച് സോ റിലേഷൻഷിപ്പ് ഓൾസോ.
ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളെ മനസ്സിൽ വെക്കുക. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് സത്യങ്ങളും നിങ്ങളെ റിലേഷൻഷിപ്പ് ബോണ്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്.